ഹായ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് സർഫർ. ഞാൻ ഈ രാവിലെ എത്തിപ്പിടിച്ച് നോക്കുന്നത് അയൽവക്കത്തെ വീടൊന്നും അല്ല കേട്ടോ. പുറത്ത് മഴയുടെ സൗണ്ട് കേട്ടോണ്ട് നല്ല മഴയുണ്ടോ എന്ന് നോക്കിയതാ. ഇത് ഷൂട്ട് ചെയ്തത് സാറ്റർഡേ ആണ്. സാറ്റർഡേസ് എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. ഇങ്ങനെ അർജൻറ്റ് വർക്കൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. സോ ഒരു 9 മണിയായപ്പോൾ എണ്ണീറ്റു. എനിക്ക് 10 ആകുമ്പോഴത്തേക്ക് ലോഗിൻ ചെയ്താൽ മതി. പക്ഷേ എനിക്കിന്ന് ഇച്ചിരി അധികം വർക്ക് ഉണ്ടായതുകൊണ്ടും മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും ലോഗിൻ ചെയ്തു. ഈ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം മറന്നു. ബാക്കി ഷൂട്ട് ചെയ്യാനൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ മീറ്റിംഗും വർക്ക് എല്ലാം കഴിഞ്ഞ് ഞാനൊരു 6 ആയപ്പോഴത്തേക്കും ലോഗ് ഔട്ട് ചെയ്തു. ഇതിന്റെ ഇടയിൽ കൂടെ എനിക്കൊരു കോൾ വന്നു. ഒരു ബ്ലിങ്കിറ്റ് ഓർഡർ ഉണ്ടായിരുന്നു, ഒന്ന് വന്ന് കളക്ട് ചെയ്യൂ, ലൊക്കേഷനിലുണ്ടെന്ന്. ഞാൻ പോയി, കാരണം ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് എന്റെ ഫീഡ് മുഴുവൻ മറ്റേ ഇൻസ്റ്റാമാർട്ട് അല്ലെങ്കിൽ ബ്ലിങ്കിറ്റ് ചാലഞ്ച് ഇല്ലേ, പണ്ട് ബ്ലിങ്കിറ്റ് കളർ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഇതേപോലെ ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു കവർ നിറയെ സാധനങ്ങളായിട്ട് ഫ്രണ്ടിന് അയച്ചു കൊടുക്കും. അപ്പൊ എന്നിട്ട് ക്യാപ്ഷൻ ഉണ്ടാവും ലൈക്ക് സെൻഡ് ദിസ് റീൽ ടു യുവർ ഫ്രണ്ട് ആൻഡ് ലെറ്റ്സ് സീ ഇഫ് ദേ ബൈ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. ആൻഡ് ഗെസ് വാട്ട്, ഐ ഗോട്ട് മൈ സെക്കൻഡ് ബ്ലിങ്കിറ്റ് കവർ. ആദ്യത്തെ കവർ ഇൻസ്റ്റമാർട്ട് ആയിരുന്നു. അത് 2 ദിവസം മുന്നേ എനിക്ക് കിട്ടി. ആൻഡ് ദിസ് എനിക്ക് ഇന്ന് കിട്ടി. ഞാനാണെങ്കിൽ ഇന്ന് റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം മറ്റേ ഇന്ന് ഗേൾ ഫ്രണ്ട് ഡേ ആണെന്ന് കണ്ടു. സോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് വെറുതെ മെസ്സേജ് അയച്ചു, ഹാപ്പി ഗേൾ ഫ്രണ്ട് ഡേ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോ എനിക്ക് അതിനുള്ള റിപ്ലൈ. എന്തായാലും ഞാൻ ഇന്ന് ഫുൾ ഫിലിം ചെയ്യായിരുന്നു ഇന്നത്തെ മൈ ഡേ ഇൻ മൈ ലൈഫ്. സോ ഐ തോട്ട് ഇതും കൂടെ കാണിക്കാം. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാന്ന്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ആദ്യം തന്നെ നല്ല തണുത്ത സാധനം ഉണ്ടെന്ന് എടോ, ഐസ്ക്രീം അലിഞ്ഞു പോയി. ഇതുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി എടുക്കാം. ഓക്കെ ബൈ. ഇനി അടുത്തത് ഞാനുണ്ടല്ലോ, ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ പേര് ഗൗരി എന്നാട്ടോ. അപ്പൊ ഞാൻ ഗൗരിക്ക് ഈ ഒരു ബ്ലിങ്കിറ്റ് ചാലഞ്ചിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടപ്പോ തന്നെ ലൈക്ക് ആ ദിവസം എനിക്ക് അവള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് കാണണ്ടേ, കുറെ ദിവസം ആയില്ലേ കണ്ടിട്ട്. സോ വെറുതെ ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഞാൻ അവൾക്കൊരു ഹാമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഈ ഒരു മറ്റേ കവർ നിറയെ ചോക്ലേറ്റും അവൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ചോക്ലേറ്റ് അതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഞാനൊരു പെങ്കുവിനെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഫോട്ടോ ഇടണ്ടാൻ ഇടാട്ടോ. സോ അതിന്റെ തന്നെ വേറൊരു കളർ പിങ്ക്. നമ്മൾ മാച്ചിങ് ആണ്, ബ്ലൂ. ഇനി അടുത്തത് കിൻഡർ ജോയ്. ഇതാരാ ഇതിനകത്ത്? ആരുണ്ട്? കിൻഡർ ജോയ് ഓൾവേസ് എക്സൈറ്റ്സ് മീ. അതിനിപ്പോ അതിനകത്ത് ആരായാലും അതിന്റെ ഒരു ഫൺ വേറെ. Then Dairy Milk. അടാ, എനിക്ക് ഭയങ്കര ഇഷ്ടാ ക്രോസാൻ. പിന്നെ എന്താ, കിറ്റ്കാറ്റ്സ്. Then ഇതാ പിന്നെയും കിൻഡർ ജോയിന്റെ ക്രീമി. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കണേ. ഇതിന് ടോയ് ഇല്ല. ഇത് ടോയ് ഇല്ലാത്ത കിൻഡർ ജോയ്. ഇതിന്റെ സ്പൂണിന്റെ ബാക്കിലൊക്കെ ഇതിന്റെ സ്പൂൺ വരിക. നമുക്ക് പിന്നെ ഒരു ഡയറി മിൽക്ക് ഉണ്ട്. അപ്പൊ 2 ഡയറി. ഇതിപ്പോ ഞാൻ ഈ മിഠായി എല്ലാം എപ്പോ തിന്നു തീർക്കും. ഓൾറെഡി മറ്റേ എനിക്ക് ആദ്യം കിട്ടിയ ഹാമ്പറിനകത്ത് നിറയെ മിഠായി. ആൻഡ് ദെൻ ഭയങ്കര ഇഷ്ടമാണ് നെസ്കഫേന്റെ ചിൽഡ് ലാറ്റെ. ചില്ലല്ല, കുഴപ്പമില്ല, നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ചില്ലാക്കാം. എടാ, ഞാനിപ്പോഴാ കണ്ടത് ബ്ലിങ്കിറ്റിന്റെ പുറത്ത് ഒരു സ്പൈഡർമാൻ. നിങ്ങളെല്ലാരും സ്പൈഡർമാൻ ഒക്കെ പോയി കണ്ടു? എനിക്ക് കാണണം. ബ്ലിങ്കിറ്റിന്റെ പുറത്തൊരു സ്പൈഡർമാൻ.
നമുക്കത് കളർ ചെയ്യാം. അപ്പോൾ അത് കളയണ്ട. അപ്പം നമ്മളുടെ സർപ്രൈസ് ആയിട്ടുള്ള ബ്ലിങ്കിറ്റ് ഓർഡറിൽ ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഐ വാസ് സോ ഹാപ്പി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്യാനാണ്. ഞാൻ ആക്ച്വലി ക്രാഫ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഫ്രണ്ട്സ് അത് ചെയ്യുന്നു പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ എനിക്ക് അയച്ചു തരുന്നു. പക്ഷേ എന്തുകൊണ്ടും അത് ചെയ്യാൻ പറ്റാറില്ല. എന്നാ വിചാരിച്ചു അങ്ങനെ ഒരു ക്രാഫ്റ്റ് ഒന്ന് ചെയ്യാം. ഞാൻ ഈ പേജ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നെയാണ് ഈ പ്രിങ്കിൾസിൻ്റെ ക്യാൻ വെച്ചിട്ടൊരു പൗച്ച് ഉണ്ടാക്കാൻ. എന്താണാവോ ഞാനപ്പോൾ ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും സമയം എപ്പോഴായത്. ഞാൻ ഈ ക്രാഫ്റ്റ്സ് ഒക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു. അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ പ്രിങ്കിൾസ് ഇല്ലേ, പ്രിങ്കിൾസിന്റെ ക്യാൻ വെച്ചിട്ട് ഒരു പെൻസിൽ ബോക്സ് ഉണ്ടാക്കുന്ന ഒരു സംഭവം. ആ സമയത്ത് എൻ്റെ കയ്യിൽ പ്രിങ്കിൾസിന്റെ കുപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിങ്കിൾസ് മേടിച്ചിട്ട് അതിന്റെ കുപ്പിയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കാന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പ്രിങ്കിൾസിന്റെ കുപ്പി മേടിച്ചു. അത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സോ ഐ തോട്ട് എന്നാ പിന്നെ ഇത് വെച്ച് തന്നെ അങ്ങോട്ട് തുടങ്ങാം. വാ പണിയെടുക്കാം. ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരൊറ്റ പ്രിങ്കിൾസിൻ്റെ കുപ്പി മതി. പക്ഷെ ഞാൻ പ്രിങ്കിൾസ് കഴിച്ച് എൻ്റെ കയ്യിൽ നിറയെ പ്രിങ്കിൾസിൻ്റെ കുപ്പിയാണ്. എന്നാൽ ക്രാഫ്റ്റ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് പോലും ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഏറ്റവും വലിയ സൈസ് തൊട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് വരെയുള്ള പ്രിങ്കിൾസ് കുപ്പിയുണ്ട്. അങ്ങനെ കുറേ ബിക്കോസ് ആൻഡ് ബട്ട് വൈക്ക് ശേഷം ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ റീൽസായിട്ടും യൂട്യൂബ് ഷോർട്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ. അപ്പോൾ കണ്ടുനോക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രിങ്കിൾസ് ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് ഇനി വഴിയേ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അടുത്ത ക്രാഫ്റ്റ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഡേ റിലേറ്റഡ് ചെയ്തതാണ്. സാധാരണ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ബാൻഡൊക്കെ അല്ലേ, ഇന്നൊരു വെറൈറ്റി ആയിട്ട് മാച്ചിങ് കീ ചെയിൻസ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാനിവിടെ ഷോർട്സിലും റീൽസിലൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടയറിങ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ആദ്യം ടേബിളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് എടുത്ത സാധനങ്ങളെല്ലാം കട്ടിലിടും. കട്ടിലിൽ നിന്ന് ഒതുക്കി എല്ലായിടത്തും ടേബിളിലിടും. ഇത് തന്നെയാണ് ആദ്യത്തെ സ്റ്റേജ് ഓഫ് ക്ലീനിങ്. പക്ഷേ ടേബിൾ എപ്പോഴും മെസ്സി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ മാക്സിമം ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടേബിൾ അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ പതിവുണ്ട്. ചിലപ്പോൾ എൻ്റെ ടേബിൾ കാണാൻ ഭയങ്കര മെസ്സി ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര വൃത്തിയായിരിക്കും. ഇന്നെന്തായാലും ക്രാഫ്റ്റ് എല്ലാം ചെയ്ത ശേഷം നല്ല കുട്ടിയായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാം. കുറേ നാളിന് ശേഷം ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ഫീൽ ഉണ്ട് എനിക്ക്. ഈവൻ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടിയും വർക്ക് ഫ്രം ഹോം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഈവൻ ക്രാഫ്റ്റ്സ് എനിക്ക് 2 ചെയ്യാൻ പറ്റി. ഇന്ന് വ്ളോഗ് എടുക്കാൻ പറ്റി, ലോങ് വീഡിയോ. ഇനിയിപ്പം ഈ ഷോർട്ടും കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എഡിറ്റ് ചെയ്യും. സമയം ആക്ച്വലി ഇപ്പോൾ ഒരു 11:30 അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിരുന്ന് ഫുൾ എഡിറ്റ് ചെയ്യണം, നാളെ അപ്ലോഡ് ചെയ്യണം. നാളെ ആയിരിക്കും നിങ്ങൾ കാണുക, ഹോപ്പ്ഫുള്ളി നാളെ ഞായറാഴ്ച. അപ്പം എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സോ അല്ലെങ്കിൽ ഇതേപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഹാപ്പി ആക്കുക. നിങ്ങൾക്കും കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ. ലൈക്ക് ഇപ്പൊ ആണ് നമ്മൾ ആക്ച്വലി ആ ഒരു ടൈമൊക്കെ മിസ് ചെയ്യുക. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ, കോളേജിൽ പിന്നെയും നമുക്ക് അത് ഭയങ്കര ക്രിഞ്ച് ആണെന്നുള്ളൊരു ഫീലാണ്. പക്ഷെ എന്നാലും എന്താ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേപോലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആവാൻ കാത്തിരിക്കുക, ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കുക. നമ്മൾ പണ്ട് വൂളൻ ത്രെഡ് ഒക്കെ വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കും. നല്ല ക്യൂട്ട് കളേഴ്സ് ഒക്കെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിന് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. ആൻഡ് ദെൻ ബാക്കിയൊക്കെ നമ്മളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ആൻഡ് വി ഗെറ്റ് സോ മെനി ഗിഫ്റ്റ്സ്. അപ്പൊ എന്താ പറയാ, അത് ഭയങ്കര രസമായിരുന്നു. അതൊക്കെ ഭയങ്കര മെമ്മറിയാണ്. ഇപ്പത്തെ കുട്ടികൾക്ക് അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, അവർക്ക് ഭയങ്കര ക്രിഞ്ച് ആയിരിക്കും. പക്ഷെ ഞാൻ ആലോചിക്കും, പല കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് ചെയ്തത് ക്രിഞ്ച് ആണെങ്കിലും പക്ഷെ അതൊക്കെ നല്ലൊരു മെമ്മറിയാണ്. അത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. വയ്ക്ക് പ്രായമുള്ള പോലെയൊക്കെ ഞാൻ സംസാരിക്കുന്നു, പ്രായമുണ്ട്. പക്ഷെ എന്നാലും ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് വേണ്ടിയിട്ടൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ടാണോ ഇടുന്നത് അതോ ഇതിന് മുന്നേ ഇടുമോ എന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും നാളെ ഇടും എന്ന് എനിക്കറിയാം. സോ അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. കുറച്ച് വെറൈറ്റി ആയിരിക്കും. നമ്മൾ നോർമൽ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് എപ്പോഴും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സാധനങ്ങളല്ലേ കൊടുക്കുന്നത്. ഇതൊരു കീ ചെയിൻ ആണ്. സോ അതിന്റെ വീഡിയോ ഇതിന്റെ സ്നിപ്പറ്റ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നല്ല ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യുമായിരിക്കും നാളെ തന്നെ. കഴിഞ്ഞ വീക്ക് ആക്ച്വലി ഞാനൊരു വീഡിയോ എടുത്തു. ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്. സോ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് ക്ലിപ്പൊക്കെ ആക്ച്വലി എഡിറ്റ് ചെയ്തു. പക്ഷെ എന്തോ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. സോ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ഒരു ബെറ്റർ ഐഡിയ ഇതിൻ്റെ ഇടയിൽ വെച്ച് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീക്ക് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് വീക്സിൽ എനിക്ക് കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആവണമെന്നുണ്ട്. കഴിഞ്ഞ വീക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ കൺസിസ്റ്റന്റ് ആയി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി വരും. ഈ ഞായറാഴ്ച എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ എന്തൊക്കെ പരിപാടിയാണെന്ന് അറിയാമോ?
ഒന്നും വിചാരിക്കുന്ന പോലെ നടക്കൂല. എല്ലാ വീക്കെൻഡ് ആകുമ്പോഴും ഞാൻ പ്ലാൻ ചെയ്യും സൺഡേ സാറ്റർഡേ മാക്സിമം പറ്റണ രീതിയിൽ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഉണ്ടാക്കണം എന്നൊക്കെ. എവിടെ ഒന്നും നടക്കില്ല. പക്ഷെ നമ്മൾ ദിസ് വീക്ക്, ഐ മീൻ ഓഗസ്റ്റ് ഇസ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. നമ്മൾ നല്ലോണം വീഡിയോസ് ഇടുന്നതായിരിക്കും. ഈവൻ ലോങ് വീഡിയോസും ഇടും. വിഷ് മീ ലക്ക്. ഞാൻ മാക്സിമം നാളെ വീഡിയോസ് ക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെയാണ്. നാളെ രാവിലെ നേരത്തെ എണീക്കണം. സാധാരണ സൺഡേ എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ എണീക്കുന്നത് ഒരു 11-11:30 ഒക്കെ ആകുമ്പോഴാണ് എണീക്കുക. പക്ഷേ ഞാൻ ആലോചിക്കും സൺഡേസ് മാത്രമല്ല ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും. പക്ഷെ ഒരു സൺഡേ വേഗം തീർന്നു പോകും. 11:30-12 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉച്ചയായി. പിന്നെ സമയമില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഉച്ചര കഴിയും. ഉച്ചര കഴിയുമ്പോൾ ഒരു ഉറക്കം. അപ്പൊ ഉറങ്ങി തീർക്കും. പിന്നെ വൈകിട്ടാവും. അങ്ങനെ സമയം പോകും. പക്ഷെ നമ്മൾ നാളെ ഞാൻ 9 മണിക്ക് എണീക്കും. എന്നിട്ട് നമ്മൾ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്ത് കുറെ ക്രാഫ്റ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 3 വീഡിയോസ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യും. എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഷോർട്സ് ഒക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇതിന്റെ ഇടയിൽ കൂടെ എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ലോങ് വീഡിയോസ് ഭയങ്കര പ്ലാനിങ് ആണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നമുക്കൊരു മോട്ടിവേഷൻ വരുള്ളൂ. സോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് മറക്കരുത്. നമ്മുടെ പേജിൽ ആക്ച്വലി ഞാൻ കുറേ ക്രാഫ്റ്റ്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈവൻ ഇൻസ്റ്റഗ്രാമിലായാലും ഇടാറുണ്ട്. സോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഷെയർ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ്സ് ഞാൻ ഉണ്ടാക്കുന്ന കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ ലോങ് വീഡിയോസിൽ എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം, അതൊക്കെ കമന്റ്സിൽ ഷെയർ ചെയ്യുക. സോ ദാറ്റ് എനിക്കും എൻ്റെ പരിപാടിയെല്ലാം അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. വൺസ് അഗെയിൻ ഐ വിഷ് എവ്രി വൺ എ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, സർപ്രൈസ് ചെയ്യുക. നമ്മളുടെ ഹാൻഡ് മെയ്ഡ് സാധനം ഒരാൾക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെയാണ്. സോ അപ്പം നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. പിന്നെ മഴയൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, അപ്പൊ അത്രേ ഉള്ളൂ. സാധാരണ നമ്മൾ അടുത്ത വീക്ക് കാണാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇനി അങ്ങനെയല്ല, നമ്മൾ മാക്സിമം ലോങ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ബൈ.